എവിടെ നിന്നാണ് ശബ്ദം? എവിടെ നിന്നാണ് ശബ്ദം? അമ്മേ, അമ്മേ, അമ്മേ! എന്താടാ വീണോ നീ? കളഞ്ഞു. ഒരു ഡയലോഗ് പഠിക്കാൻ സമ്മതിക്കരുതിട്ടാ. ഇങ്ങനെയാണോ ഡയലോഗ് പഠിക്കണേ? ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെ പഠിക്കും? ഞാൻ എവിടെ പോകേണ്ടത് പിന്നെ ഇത് പഠിക്കാനായിട്ട്? ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. അമ്മക്ക് എന്താ അമ്മേ? ഞാൻ എത്ര നാളായി ഈ നാടകം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് കുടം, സ്റ്റീൽ പാത്രം, ഇതൊക്കെ എടുത്തെടുത്ത് കൊണ്ടുവച്ചോളൂ. ഇതൊക്കെ അടുക്കളയിൽ ഒരു സാധനം നോക്കിയാൽ കാണൂല. അവരെല്ലാം കൊണ്ടുവന്ന് തല്ലി പിടിക്കാൻ വേണ്ടിട്ട്. നമുക്കിപ്പോ ഏതാ ആവശ്യത്തില് എല്ലാം വേണം. കൊണ്ടുവെക്കടാ. അമ്മ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. കൊണ്ടുവെക്കടാ നീ. ഇവമ്മ എങ്ങനെ ഒരു കലാബോധമില്ലാത്തൊരു തന്തയ്ക്കും തള്ളക്കാണല്ലോ ഞാൻ ജനിച്ചത്. സത്യേട്ടാ, നിങ്ങൾ ഈ മിണ്ടനെയും അച്ഛനെ വിളിക്കണെന്തിനാ അമ്മേ? നല്ല പെട ഞാൻ തരും. സത്യേട്ടാ, എന്താണ് ഇവിടെ രണ്ടെണ്ണം കൂടെ കണ്ണും ചെവിട് കേൾക്കാൻ സമ്മതിക്കില്ലല്ലോ. നിങ്ങൾ ഇവിടെ നടക്കണൊന്നും അറിയണില്ല സത്യേട്ടാ. ആ ഉച്ചമയക്കത്തിൽ നല്ലൊരു സ്വപ്നം കണ്ടതായിരുന്നു, അത് നശിപ്പിച്ചു. എന്ത് സ്വപ്നം? ഇവ ഈ നാടകമൊക്കെ നിർത്തിയിട്ട് പണിക്ക് പോയിട്ട് 10 ഉറുപ്പ്യ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു. നടന്ന തന്നെയല്ലേ? ഇതെന്തിനാ ഈ കുടവും പാത്രമൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കണേ? ചോദിക്കുന്നേ പന പോലെ നിൽക്കണവൻ. പക്ഷേ എനിക്ക് ടൗൺ ഹാളിലൊരു നാടകം ഉണ്ട്, അതിന്റെ റിഹേഴ്സൽ ചെയ്തു. എന്താ നീ ഒറ്റയ്ക്ക് നാടകം കളിക്കണേ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യണൊരു. അതിന്റെ പാത്രങ്ങൾ അതൊക്കെ? ഈ പാത്രമല്ല, കഥാപാത്രങ്ങൾ. എന്തൊക്കെ നുണ പറഞ്ഞിട്ടാടാ നീ ഞങ്ങളെ പറ്റിക്കണത്? അടുക്കളയിലെ പാത്രം എടുത്ത് തല്ലിപ്പൊടിച്ചിട്ടാണ് ഇവന്റെ നാടകം, അല്ല ആണോ? അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ പാത്രങ്ങൾ എടുത്തോണ്ടോളാൻ. ഓ എന്റെ ശ്യാമളെ, ഈ കഥാപാത്രങ്ങൾ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെക്ക്, എന്നാ തീർന്നില്ലേ പ്രശ്നം? എടാ, എന്തെങ്കിലും ഒരു 10 പൈസ വരുമാനമുള്ള എന്തെങ്കിലും ജോലി വേണം കണ്ടുപിടിക്കാൻ. നീ ഈ സ്റ്റേജിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ കോപ്രായങ്ങൾ കാണിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? 10 പൈസ കിട്ടടാ. ലോകത്തിൽ എന്തുമാത്രം കോഴ്സുകളുണ്ട്. എന്നാൽ അവസാനം ചേരാൻ കൊണ്ട ഒരു കോഴ്സ് നാടകം. എവിടെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ ജോലി കിട്ടുമോ? കിട്ടടാ. ഇങ്ങോട്ട് നോക്കടാ. എന്താ എൻ്റെ കോഴ്സിൻ്റെ പേര്? ബാച്ചലർ ഓഫ് തിയേറ്റർ ആർട്ട്. എന്ത്? BTA. BTA. മീൻ പൊതിയണ കടലാസിൻ്റെ വില ഉണ്ടാവൂടാ നിനക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്. അതിന് പഠിക്കാൻ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ നല്ല കഴിവ് വേണം, അഭിനയിക്കാനൊക്കെ ഉള്ള നല്ല ശേഷി വേണം. അതൊക്കെ ഉള്ള ആളുകൾക്കാണ് അത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ചുക്കും ചുണ്ടാൻ അറിയാത്ത നീ നാടകം പഠിക്കാൻ പോയിട്ട് എന്താ കാര്യം? അച്ഛന് എന്താ പറയണേ? അച്ഛൻ എന്റെ നാടകങ്ങളും കണ്ടോ? ഞാൻ എന്തിനാ നിന്റെ നാടകങ്ങൾ കാണുന്നത്? ഞാൻ നിന്നെ ഒന്നും കാണണ്ടല്ലോ. നിന്നെ കണ്ടറിയാലോ നിന്റെ നാടകം എന്തായിരിക്കുന്നു. ഇനി സാറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടും. അടുത്ത ആഴ്ച കിട്ടും. അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ ഇനി. അതെ, ആ പാത്രങ്ങൾ വേണമെങ്കിൽ അടുക്കളയെ കൊണ്ടുപോയിച്ചോ, അല്ലെങ്കിൽ അതൊക്കെ തല്ലി പൊട്ടിക്കും. വെറുതെ മനുഷ്യനെ മോഹിപ്പിക്കാനുള്ള ഓരോ സ്വപ്നങ്ങളും കണ്ട്. ഇനി പാത്രത്തിനെങ്ങനെ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൈ ഞാൻ തല്ലി പിടിക്കും. ഞാൻ എന്താ കറി വെച്ചിട്ടുള്ളത്? എന്തിനാ? അല്ല, ഇന്നും കുമ്പളങ്ങാനാണോന്ന് അറിയാൻ വേണ്ടിയാണ്. എടുത്തോ, ഉണ്ടായിക്കോ. പാത്രങ്ങൾ എടുത്തോളൂ. പാത്രം കൊണ്ടുപോയി പുഴുങ്ങി തിന്നും. ഞാൻ നന്നാവേണ്ട കാര്യമില്ല. ഇനി ഒന്നും ഉണ്ടായില്ല അടുക്കളയില്. അത് ഞാൻ മേടിച്ചാണ് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. എന്താണ് എന്നെ ഇത് എടുത്തോണ്ടായി അടുക്കള കൊണ്ട് വെക്കാൻ പറയാ അച്ഛാ. നമ്മളെ നീ അതൊന്നും അല്ല, എന്താ ഞാൻ പറയണേ? നിങ്ങൾ തൊട്ടേനും പിടിച്ചാലൊക്കെ എന്നെ വഴക്ക് പറഞ്ഞാല് നീ അതൊന്നും അടുക്കള കൊണ്ടുപോയി വെക്കി. എന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കും. 2 ആൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ നാടകം കളിക്കുക, കാണാൻ ഞാൻ മാത്രം. നാളെ ഒരു 500 രൂപ വേണം കേട്ടോ. എന്തിനാത്? മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാനാണ്. നാടകത്തിന്റെ മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാനാണ്. മേക്കപ്പോ? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലടോ. ആ നേന്ത്രക്കായ ഉണ്ട് അപ്പുറത്ത്, നേന്ത്ര ഇതുണ്ടല്ലോ, അത് വലിച്ചിട്ടുണ്ട്. വേണമെച്ചാൽ അത് വെട്ടിക്കൊണ്ടുപോകോ. അമ്മോട് പറയണ്ട.